ഹായ്. ഏത് കാലാവസ്ഥയിലും നിങ്ങൾക്ക് ഇതേപോലെ എപ്പോൾ വേണമെങ്കിലും ഒരു ട്രിപ്പ് പോരാവുന്ന നല്ല അസൽ വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ വാൽപ്പാറ. റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ഇതിനപ്പുറത്തേക്ക് നമുക്ക് മൂന്നാർ പോയാൽ പോലും ഇത്രയും പ്രൈവസിയോ അല്ലെങ്കിൽ തിരക്കില്ലാത്ത അവസ്ഥയോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ വീക്കെൻഡുകളിൽ ഒരു ഭാഗത്തേക്കും പോകരുത്. കാരണം നിങ്ങൾക്ക് ഒരു പ്രൈവസിയും കിട്ടില്ല. ആളുകളുടെ ബഹളമായിരിക്കും. ഇപ്പോൾ ഈവൻ നമുക്ക് താമസിക്കണമെങ്കിൽ പോലും നല്ല റൂംസ് കിട്ടാൻ പണിയാവും. അതങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. പിന്നെ അത് വലിയ തരത്തിൽ ചിലവ് കൂടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും വീക്ക് ഡേയ്സുകളിൽ യാത്രകൾ പ്ലാൻ ചെയ്യുക. പറ്റുമെങ്കിൽ, എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല എങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ട്. തിരക്കിൽ പെടാതെയൊക്കെ നമുക്ക് എല്ലാ ഡെസ്റ്റിനേഷനിലും സമാധാനമായിട്ട്, ഇപ്പം ഞാനീ ഇരിക്കുന്ന പോലെ ചിലപ്പോൾ ഇവിടെ ഒരു വീക്കെൻഡിലാണെങ്കിൽ ഒരുപാട് ആളുകൾ കാണുമായിരിക്കും അല്ലേ. പക്ഷേ വീക്ക് ഡേയ്സിൽ ആരും ഉണ്ടാവില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പോകാൻ പറ്റും. അതാണല്ലോ ഉദ്ദേശം. ഓരോ ട്രിപ്പിൻ്റെയും ഉദ്ദേശം തന്നെ അതല്ലേ. മാക്സിമം റിലാക്സ് ചെയ്യുക, കാഴ്ചകൾ കാണുക, ഈ പച്ചപ്പിൻ്റെ ഭംഗി ഇതാ ഇങ്ങനെ ആസ്വദിച്ചിട്ടല്ലേ ഇഷ്ടംപോലെ സമയം ഇങ്ങനെ ഇരിക്കുക. ഒരു മണിക്കൂറൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷനിൽ സ്വപ്നമാണ്. പക്ഷേ എല്ലാവർക്കും കഴിയില്ല, എപ്പോഴും നമുക്ക് കഴിയില്ല. അപ്പം ആ തരത്തിൽ ആകാശം നോക്ക്, എന്ത് രസമാണ് നോക്കുക. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കാലാവസ്ഥ നോക്കുമ്പോൾ ഇന്നലെ നല്ല അടാറ് മഴ, ഒരു അരമുക്കാൽ മണിക്കൂർ നേരം നിന്ന് പെയ്തിട്ടുണ്ട് മഴ. സൂപ്പർ മഴയാണ്. അപ്പം വാൽപ്പാറയിലേക്ക് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ പൊള്ളാച്ചി വഴി ചുരം കയറി വരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സേഫ്റ്റി അത് ശ്രദ്ധിക്കുക. പിന്നെ കാറിൽ വരുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കയറി വരുമ്പോൾ പ്രശ്നമില്ല, നമ്മൾ ബ്രേക്ക് ചവിട്ടി പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. എങ്കിൽ പോലും ഒരു പക്ഷേ നിങ്ങൾ ഈ ചാലക്കുടി വഴിയൊക്കെ വന്നിട്ട് അവിടെ നിന്ന് അതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ ചുരമിറങ്ങി താഴോട്ട് ആളിയാർ ഡാമിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എപ്പോഴും അപകടം സംഭവിക്കാം, ഏത് വണ്ടികളായാലും. കാരണം ഇപ്പോൾ പഴയ മോഡൽ വണ്ടികളിലൊക്കെ ഇതിന് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ റോഡുകൾക്ക് എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ബ്രേക്കിംഗ് സംവിധാനമൊന്നും ഇല്ല എന്ന് പറയാം. ഈ പഴയ ടെമ്പോ ട്രാവലറുകളുടെ കഥയാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും റീസെൻ്റായിട്ട് കേട്ട ആ അപകടം നടന്ന സംഭവം. 9 പേരാണ്, ഒരു കുട്ടിയടക്കം സ്പോട്ടിൽ മരണപ്പെട്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒരു 3-4 പേര് ക്രിട്ടിക്കൽ സ്റ്റേജിൽ വിവിധ ഹോസ്പിറ്റലുകളുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു ടെമ്പോ ട്രാവലറിൻ്റെ ഡ്രൈവറുടെ പരിചയക്കുറവ് തന്നെയാണ് ഈ അപകടത്തിലേക്ക് പോയതെന്നുള്ളതാണ് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ കിട്ടിയിട്ടുള്ള വാർത്തകളും. ഈ വണ്ടി എന്താ പറയുക, അടിച്ച് വാരി കൂട്ടിയിട്ട പോലുള്ള ആ അവസ്ഥ കാണുമ്പോൾ അതാണ് തോന്നുന്നത്. പിന്നെ ഫയർഫോഴ്സും മറ്റൊക്കെ വന്നിട്ടായിരിക്കും അത് റിക്കവറി ചെയ്തിട്ടുണ്ടാവുക. അപ്പം വളരെ എന്താ പറയുക, പരിതാപകരമാണ് വണ്ടിയുടെ അവസ്ഥ. ആ ഒരു അവസ്ഥ, ആ സമയം എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു എന്താ പറയുക. ഇപ്പോൾ അവരുടെ ആ മരണപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവർ, കൂട്ടുകാർ അല്ലേ, അങ്ങനെ എന്തോരം ആളുകളുണ്ടാവും. അവരൊക്കെ സന്തോഷപ്പെടുന്ന, എന്താ പറയുക, സങ്കടപ്പെടുന്ന ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളൊക്കെ അവരുടെ പെട്ടെന്നല്ലേ മാഞ്ഞു പോയത്. സങ്കടത്തിൻ്റെ അല്ലേ വലിയ ഗർത്തങ്ങളിലേക്ക് അവർ വീണു, അവരുടെ എന്താ പറയുക വേണ്ടപ്പെട്ടവനും വീണു എന്ന് പറയുന്ന പോലെയാണ്. അപ്പം എന്താ പറയുക, നമ്മളെപ്പോഴും ഇങ്ങനത്തെ യാത്രകൾ വരുമ്പോൾ സേഫ്റ്റി അത് എപ്പോഴും ശ്രദ്ധിക്കുക. പരിചയസമ്പന്നരായിട്ടുള്ള ഡ്രൈവേഴ്സിനെ മാത്രം, ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മളല്ല വരുന്നതെങ്കിൽ ഡ്രൈവേഴ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും പരിചയസമ്പന്നരായിട്ടുള്ള ഡ്രൈവേഴ്സിനെ വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ നമുക്ക് അവരെ വിശ്വസിച്ച് പിന്നെ അതായത് അവരെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയല്ലേ യഥാർത്ഥത്തിൽ. ഡ്രൈവേഴ്സിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, കഴിയുന്ന തരത്തിൽ എബിലിറ്റി ഉള്ള ആളുകളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില ഹിൽ ഏരിയകൾ എപ്പോഴും കുറച്ച് പ്രശ്നം ഉള്ള ഭാഗം തന്നെയാണ് വണ്ടി ഓടിക്കാൻ. എല്ലാ ഡ്രൈവേഴ്സിനും വണ്ടി ഓടിക്കാനാവില്ല, അത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം
മുകളിൽ നിന്ന് തന്നെ, അതായത് ഇവർ ഈ ആളിയാർ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ മലക്കപ്പാറ, അതിരപ്പള്ളി ഭാഗത്തൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് പാട്ട് പാടി സന്തോഷിച്ച് അതിലുള്ള ആളുകൾ മുഴുവൻ കംപ്ലീറ്റ് ടീച്ചേഴ്സുമാണ്. ഒരു സ്കൂളിലെ മുഴുവൻ ടീച്ചേഴ്സുമാണ് യഥാർത്ഥത്തിൽ. ഒരു ടീച്ചർ, 1-2 പേര് ഒഴികെയുള്ളവരെ എല്ലാവരും ഉണ്ട്. ആടിപ്പാടി വന്നവർ ഈ പറയുന്ന പോലെ ചുരത്തിൻ്റെ 13ാമത്തെ വളവിൽ നിന്ന് 9ലേക്ക് കൂപ്പ് കുത്തി വീണിരിക്കുകയാണ് വണ്ടി. അതായത് ഈ 13ലേക്ക് എത്തുന്ന സമയം ഈ 13 ബെൻഡുകൾ ബാലൻസ് ഉള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ 10-27 ബെൻഡുകൾ ഇറങ്ങിയും കയറിയും. പക്ഷെ അതൊന്നും അത്ര വലിയ, നമ്മളത് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും വലിയ എന്താ പറയുക റിസ്ക് പിടിച്ച ചുരങ്ങളല്ല ഈ 10-20 ചുരങ്ങളൊന്നും തന്നെ. കാരണം അതെല്ലാം ചെറിയ കയറ്റത്തിലേക്കും ഉയരത്തിലേക്കൊക്കെ കയറി വരുന്ന സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. പരിചയത്തിൻ്റെ ആ ഒരു കുറവായിരിക്കാം. ഒരു പക്ഷേ ബ്രേക്ക് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്യാതെ ഓടിച്ച് വന്നതായിരിക്കാം ഈ 13ൽ നിന്ന് ബ്രേക്ക് പെട്ടെന്ന് ഫെയ്ഡാകുകയും ആൾക്ക് ബ്രേക്ക് കിട്ടാതെ താഴോട്ട് പോകേണ്ട ഒരവസ്ഥ വരികയൊക്കെ ചെയ്തത്. പക്ഷേ ഇടത് ഭാഗത്തേക്ക് പിന്നെ അയാൾക്ക് ഇടിച്ചു നിർത്തായിരുന്നു. ഇടത് ഭാഗത്താണെങ്കിൽ അവിടെ ഒരു പിന്നെ എന്താ പറയുക തിട്ടാണല്ലോ, ഇടത് ഭാഗത്ത് തിട്ടാണ് വരുന്നത്. ആ തിട്ടയിലേക്ക് വേണമെങ്കിൽ ഇടിച്ച് കയറ്റായിരുന്നു. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. ഇനി അവിടെ ഇടിച്ചിട്ട് റൈറ്റിലേക്ക് തന്നെ പിന്നോട്ട് മറിഞ്ഞു വീണതാണെന്നും അറിയില്ല. എന്തായാലും സങ്കടകരമായ അവസ്ഥയാണ്. ആർക്കും അത്തരത്തിലുള്ളൊരു അനുഭവവും ആക്സിഡൻറ്റും ഇനി ഒരിക്കലും ഈ ഭാഗങ്ങളിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് അല്ലേ. ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഇടയിൽ ഞാനിടാം. ആ വണ്ടിയുടെ അവസ്ഥ സംഭവിച്ചിരിക്കുന്നതൊക്കെ ഇപ്പോൾ നമ്മൾ ന്യൂസ് ചാനലുകളിലൊക്കെ AI ആയിട്ടും മറ്റുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിലൊന്നും കാര്യമില്ല. എന്തായാലും പോയത് പോയി. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക.